ഇന്ന് നമ്മൾ 2015 നടന്ന LDC പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഓപ്ഷൻ എ, സ്വാമി വിവേകാനന്ദൻ. രണ്ടാമത്തെ ചോദ്യം, പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വെള്ളം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി, ത്രിപുര. നാലാമത്തെ ചോദ്യം, മദർ തെരേസയോടുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി, അമേരിക്ക. അഞ്ചാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം? ഉത്തരം ഓപ്ഷൻ സി, ഭരതനാട്യം. ആറാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഏത് ഭാഷയിലാണ് വാർത്തകൾ നൽകുന്നത് എന്നതാണ് ചോദ്യം. പ്രധാനമായും ഹിന്ദി ഭാഷയിലാണ്. മറ്റു ഭാഷകളിലും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വാർത്തകൾ നൽകുന്നുണ്ട്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. എട്ടാമത്തെ ചോദ്യം, ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് സെനറ്റ്? ഉത്തരം ഓപ്ഷൻ സി, ഇസ്രയേൽ. ഒൻപതാമത്തെ ചോദ്യം, ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? ഉത്തരം ഓപ്ഷൻ സി, 2. പത്താമത്തെ ചോദ്യം, UNAയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ എ, ന്യൂയോർക്ക്. 11ാമത്തെ ചോദ്യം, ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഗുജറാത്ത്. 12ാമത്തെ ചോദ്യം, MS സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, കാർഷിക ശാസ്ത്രം. 13ാമത്തെ ചോദ്യം, ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, അറ്റ്ലാന്റിക്. ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, അറ്റ്ലാന്റിക്. 14ാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ 1-ാം സ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി, വ്യാഴം. 15ാമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ സി, കർണാടക. 16ാമത്തെ ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, 1942. 17ാമത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം? ഉത്തരം ഓപ്ഷൻ ഡി, തളിക്കോട്ട യുദ്ധം. 18ാമത്തെ ചോദ്യം, 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മലയാള മനോരമ. 19ാമത്തെ ചോദ്യം, മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫലി സായിക്ക് ഏത് രാജ്യക്കാരിയാണ്? മലാല യൂസഫ്സായി പാകിസ്ഥാൻ രാജ്യക്കാരിയാണ്. 20ാമത്തെ ചോദ്യം, സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കൈവുറ്റ ഭരണാധികാരിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, അലാവുദ്ദീൻ ഖിൽജി. 21ാമത്തെ ചോദ്യം, ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, ജൂലൈ 11. 22ാമത്തെ ചോദ്യം, ലോകത്തിലെ വൻകിട വ്യവസായ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടന? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം, ഗ്രാൻഡ് കാന്യോൺ ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കൊളറാഡോ. ഗ്രാൻഡ് കാന്യോൺ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കൊളറാഡോ. 24ാമത്തെ ചോദ്യം, ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, മാക്കിയവെല്ലിയാണ് ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത്. 25ാമത്തെ ചോദ്യം, ബ്ലൂ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലൂ റവല്യൂഷൻ. 26ാമത്തെ ചോദ്യം, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കേരളം. 27ാമത്തെ ചോദ്യം, കഥകളിയുടെ പ്രാചീന രൂപം? ഉത്തരം ഓപ്ഷൻ സി, രാമനാട്ടം.
കഥകളിയുടെ പ്രാചീന രൂപമാണ് രാമനാട്ടം. 28ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ ഉള്ളത്. 29ാമത്തെ ചോദ്യം, ഗോവിന്ദ പിഷാരടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ചെറുകാട്. ഗോവിന്ദ പിഷാരടി ചെറുകാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 30ാമത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 31ാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണന്റ്. 32ാമത്തെ ചോദ്യം, ഗോർണിക്ക എന്ന ചിത്രം വരച്ചത്? ഉത്തരം ഓപ്ഷൻ സി പിക്കാസോ. 33ാമത്തെ ചോദ്യം, ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ്. 34ാമത്തെ ചോദ്യം, നെഫ്രോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരമില്ല. ഉത്തരം കിഡ്നിയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 370. നിലവിൽ ഈ ആർട്ടിക്കിൾ നിലവിലില്ല. 36ാമത്തെ ചോദ്യം, ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 37ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പരക്കുന്ന ഒരു രോഗം? ഉത്തരം ഓപ്ഷൻ എ ക്ഷയം വായുവിലൂടെ പരക്കുന്ന ഒരു രോഗമാണ്. 38ാമത്തെ ചോദ്യം, 2013 G20 ഉച്ചകോടി നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് 2013 G20 ഉച്ചകോടി നടന്നത്. 39ാമത്തെ ചോദ്യം, ഓസ്ട്രിയയിലെ നാണയം യൂറോ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ യൂറോ ഇല്ല. ഉത്തരം ഓപ്ഷൻ യൂറോ എന്നതാണ് ഉത്തരം. 40ാമത്തെ ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോക്സഭ പാസാക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി 2013 ഓഗസ്റ്റ് 26. 41ാമത്തെ ചോദ്യം, ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്രഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ ലൂയി ഫിഷറാണ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്രഗ്രന്ഥം രചിച്ചത്. 42ാമത്തെ ചോദ്യം, വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു ഇന്ദ്രിയം? ഉത്തരം ഓപ്ഷൻ സി ത്വക്ക്. 43ാമത്തെ ചോദ്യം, തേജസ് ഏത് വിളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി പച്ചമുളകുമായി ബന്ധപ്പെട്ടതാണ് തേജസ് വിള. 44ാമത്തെ ചോദ്യം, ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ടോറിസെല്ലി. 45ാമത്തെ ചോദ്യം, അഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഹോക്കി. 46ാമത്തെ ചോദ്യം, കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ എ വിൻഡ് വെയിനാണ് കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 47ാമത്തെ ചോദ്യം, INS വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ. INS വിക്രാന്ത് ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്. 48ാമത്തെ ചോദ്യം, 2013 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം ഓപ്ഷൻ സി പെരുമ്പടം ശ്രീധരനാണ് 2013 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. 49ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കീടഭോജികളായ സസ്യത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാക്ടസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കീടഭോജികളായ സസ്യത്തിൽപ്പെടാത്തത്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതോടെ 50 ജനറൽ ചോദ്യങ്ങൾ നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.